പഞ്ചായത്ത് ഭരണസമിതി തിരിഞ്ഞു നോക്കുന്നില്ല. ആലപ്പുഴ മങ്കൊമ്പ് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ പഞ്ചായത്ത് ചന്ത പ്രവർത്തിച്ചിരുന്ന സ്ഥലവും കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റും കാട് പിടിച്ച് നശിക്കുകയാണ്. ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയ പ്രദേശത്ത് കുരുന്നുകൾ പഠിക്കുന്ന അംഗനവാടി പ്രവർത്തിക്കുന്നതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഈ കാണുന്നത് ചരിത്രമുറങ്ങുന്ന ഒരു പഞ്ചായത്ത് ചന്ത പ്രവർത്തിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 3 വർഷമായി പ്രവർത്തനമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലം ഒരു കാലത്ത് മങ്കൊമ്പ് പഞ്ചായത്തിന്റെയും കുട്ടനാടിന്റെയും പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നിത് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണ്. തൊട്ടു സമീപമാണ് കുരുന്നുകൾ പഠിക്കുന്ന അംഗനവാടി. വളർന്നു പന്തലിക്കുന്ന ചെടികളും വള്ളിപ്പടർപ്പും അംഗനവാടി കെട്ടിടത്തിലേക്കും പടർന്നു തുടങ്ങിയിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. ഈ മങ്കൊമ്പ് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലെങ്ങും കുടിവെള്ളം കിട്ടാണ്ട് യാതൊരു മാർഗവുമില്ല. വീടുകളിൽ വെള്ളം വേണമെങ്കിൽ വണ്ടികളിൽ കൊണ്ട് അടിച്ചിട്ട് വേണം ഈ വെള്ളം എടുക്കാൻ. ഇത് എങ്ങനെയെങ്കിലും പഞ്ചായത്ത് നന്നാക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഗുണം ഈ നാട്ടുകാർക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഈ കാടും പടലും ഒന്ന് വെട്ടി തെളിക്കാനോ ഇവിടെ ഈ പാമ്പും പഴുതാരെ ഇല്ലാതാക്കാനോ ഈ കാട് തെളിഞ്ഞാലേ നടക്കത്തുള്ളൂ. അത് ഭയങ്കരമായ കാടാണ്. തൊട്ടിങ്ങാപ്പുറം അംഗനവാടി കുഞ്ഞുങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങളാണ്. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പഞ്ചായത്ത് നിർമ്മിച്ച കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റും സമീപമുണ്ട്. ഈ കെട്ടിടവും ഉപയോഗശൂന്യമായി നശിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ പിന്നിടുന്നു. കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുമ്പോഴും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയുടെ അവശേഷിപ്പായി മാറുകയാണ്. 1/4 നൂറ്റാണ്ടായി UDF നേതൃത്വം നൽകുന്ന മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്ത് വക സ്ഥലം അനാഥമായി നശിക്കുമ്പോഴും മൗനം നടിക്കുകയാണ് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും. അമൃത ന്യൂസ്, ആലപ്പുഴ.